ആഗോള സാമ്പത്തിക രംഗത്ത് കടുത്ത ആശങ്കയാണ് ഇപ്പോഴും പരക്കുന്നത്. ട്രംപിൻ്റെ ഓരോരോ തീരുമാനങ്ങൾ വിപണികളെ, പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് അടക്കമുള്ള വിപണികളെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നടിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പല രാജ്യങ്ങൾക്കുമെതിരെ അമിതമായ തീരുവ ചുമത്തുന്ന പ്രഖ്യാപനം, അതുപോലെ തന്നെ കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന രീതി, അങ്ങനെ ഒരുതരം ഭ്രാന്തൻ സമീപനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് വിപണിയിൽ ഉയർത്തുന്ന പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ അനിശ്ചിതത്വം, അൺസർട്ടനിറ്റിയാണ്. അൺസർട്ടൻ ആയിട്ടുള്ള അനിശ്ചിതത്തിൽ നിൽക്കുന്ന ഒരു വിപണികൾക്ക് മുന്നോട്ട് പോവുക പ്രയാസമാണ്. അത്തരം വിപണികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ആളുകൾ വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നൊരു പ്രക്രിയ എന്ന് പറയുന്നത് ഗോൾഡിൻ്റെ വില വർദ്ധിക്കുക എന്നുള്ളതാണ്. ഏറെക്കുറെ സുരക്ഷിതമെന്ന് കരുതുന്ന ഗോൾഡിലേക്ക് നിക്ഷേപം മാറുന്നൊരു സ്ഥിതിവിശേഷം വരികയാണ്. അതുകൊണ്ട് ഗോൾഡിൻ്റെ വില ഇങ്ങനെ കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ട്രംപ് ഇപ്പോൾ 43.7 കോടി രൂപ മുടക്കാൻ കഴിയുന്ന ആളുകൾക്കോ കമ്പനികൾക്കോ ഒക്കെ അമേരിക്കയുടെ ഗോൾഡൻ വിസ നൽകുന്നൊരു സ്കീം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന് എങ്ങനെയാണ് അതിൻ്റെ വിശദാംശങ്ങളെന്ന് ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഏതായാലും അത്തരത്തിൽ അതിസമ്പന്നരായ ആളുകളെ തങ്ങളുടെ രാജ്യത്തേക്ക് ആകർഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം നീക്കങ്ങൾ ലോകത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, ലോക സാമ്പത്തിക രംഗത്ത് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് കടുത്ത ആശങ്ക തന്നെ നിലനിൽക്കുകയാണ്. മറ്റ് രാജ്യങ്ങളെപ്പോലെ, ചൈനയെപ്പോലെ, ഇന്ത്യയെപ്പോലെയും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളെപ്പോലെ ആശങ്കപ്പെടുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാവുന്നത് അമേരിക്കയ്ക്ക് തന്നെ, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ഈ തീരുമാനങ്ങൾ തിരിച്ചടിയാകും എന്നാണ്. പ്രത്യേകിച്ച് കാനഡയും മെക്സിക്കോ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ടുള്ള അവരുടെ സമീപനത്തിൽ വരുന്ന മാറ്റങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രതികൂലമാകും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് ഇപ്പോൾ മെക്സിക്കോക്കാരും അതുപോലെ അത്തരം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് കുറഞ്ഞ ജോലിക്ക് അമേരിക്കയിൽ പണിയെടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനി അവർ പുറത്താകുമ്പോൾ ഏതായാലും വേതനം ഉയരും, ചെലവുകൾ ഉയരും എന്നുള്ളൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇവർ നല്ല തോതിൽ ഉപഭോഗം നടത്തിയിരുന്ന ആളുകളാണ്. അവർ പുറത്തേക്ക് പോകുന്നതോടുകൂടി കൺസപ്ഷൻ്റെ കാര്യത്തിൽ ഇടിവുണ്ടാകും എന്നുള്ള ആശങ്കയുണ്ട്. മറ്റു രാജ്യങ്ങൾ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഉയർന്ന തോതിൽ ചുമത്തുന്നത് വലിയ തോതിലുള്ള വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങും. ഏതായാലും ട്രംപ് വന്നതിന് ശേഷം വലിയ അനിശ്ചിതത്വം ഇങ്ങനെ ലോകത്തെ ചൂഴ്ന്നു നിൽക്കുകയാണ്. മറ്റ് വിപണികളെല്ലാം, സ്റ്റോക്ക് മാർക്കറ്റും മറ്റ് ഉൽപ്പന്ന വിപണികളിലൊക്കെ വലിയ തോതിലുള്ള ആശങ്ക കനക്കുകയാണ്, ഇടിവിൻ്റെ പാതയിലുമാണ്. ഇതെല്ലാം സ്വർണത്തിൻ്റെ വില ഉയർത്തി നിർത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ആശങ്ക തീർച്ചയായിട്ടും കുറച്ച് നാൾ കൂടി എന്തായാലും അത് ലോകത്തെ ഗ്രസിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സാമ്പത്തിക മേഖല കടുത്ത ആശങ്കയിലും അനിശ്ചിതത്വത്തിലും നീങ്ങുന്നത് തന്നെയാണ് ഇനിയും നമുക്ക് സാധ്യത കാണുന്നത്.